എന്തിനാ മോളെ? എനിക്ക് വീണ്ടും ആക്കി തരാം. അതന്നെ വേണോ? നമുക്ക് എന്ത് പറ എന്നാ ആക്കണ്ടേ പറ. ആരാക്കും? ഞാനില്ലാതെ ഇവിടെ കളിയില്ല. നമുക്ക് കാരമൽ ബ്രെഡ് പുഡിങ്ങിന് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഫുള്ളും ഇട്ടുകൊടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്യാം. കുറച്ച് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ഇതിനെ നമുക്ക് കാരമൽ ചെയ്ത് എടുക്കാം. ഇതാ നമ്മളെ പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതുപോലെ വീഴ്ത്തി കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഫുള്ളൊന്ന് ഇങ്ങനെ ഇതാ കാരമലാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. സമയം കഴിഞ്ഞാൽ കട്ട പോലെയാവും. സാധനം നമുക്ക് നോക്കാം. ഇത് നമ്മളെ തുട അരിഞ്ഞ് വെച്ച ബ്രെഡ് ഉണ്ട്. നമ്മളെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ അല്ല ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇത് വേനില എസൻസ് ഉണ്ട്. ഇത് നമ്മളെ പഞ്ചസാര ഉണ്ട്. അതാണ് നമ്മളെ കാരമൽ ബ്രെഡ് പുഡിങ്ങിന്റെ സാധനം. നമുക്ക് ആക്കുന്ന ഇനിയല്ല ആക്കി കൊടുക്കുന്ന ടോളല്ല ഇപ്പൊ എല്ലാം പറയുന്നത്. ആവശ്യത്തിനില്ല. പിന്നെ ഇവിടെ നമ്മൾ എടുത്തു വെച്ച ബരാഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 പാക്കറ്റ്. യെസ്, ഇത്തു എഗ് മറിയൂ ഇവളെടുത്തുന്ന്. ഇനി നമുക്ക് 3 എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 3 കൂടി ഉദ്ഘാടനം ചെയ്യാം. അടുത്തത് പാൽ അല്ലേ? നെക്സ്റ്റ് കുറച്ച് വാനില എസൻസ്. കുറച്ചല്ലേ ഉള്ളൂ. ഇതെനിക്ക് കൂടുതലായി. മൂടിയിൽ വയ്ക്കുക. ഇതാ മകളെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കൂ. ഇത്രയല്ലേ വേണ്ടു. യെസ്, പുട്ടി വെക്കൂ. ആവശ്യത്തിനുള്ള പാൽ. ആവശ്യത്തിനുള്ള പാലാ ഇത്? ഫുള്ളും ആവശ്യത്തിനുള്ള പാലാ. ഇനി നമുക്കിത് കുറഞ്ഞ് അടിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഴിച്ചു കൊടുക്കാം. മാമ കഴിച്ചു. ഒരു വരെ ആരും കിട്ടിയില്ല. എനിക്ക് ഇത് നമുക്ക് നിറച്ച് കൊടുക്കാം. നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കാം.
ബ്രെഡും ജാമുവാ ബ്രെഡ് പുഡിങ് ഗബ്ബറ ഇപ്പൊ എടുക്കാൻ നുള്ളുന്നത് കുറച്ച് സമയമാകും. ഇത് നുള്ളുന്ന ആ ഇന്നെ നുള്ളു സമയം രണ്ട് കാലിനുള്ള എൻ്റെ കാല് ഞാൻ നുള്ളട്ടെ. നമ്മളെ കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയാണ് തിന്നാൻ പറ്റുള്ളൂ. നാളെ അല്ല നോക്കാം. അപ്പം ഇതിനെ നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇന്ന് ഞാൻ ആഴ്ച എന്തിനാ ഇപ്പം കയറുന്നേ? അപ്പോ ഇനി ഒരു ദിവസം എത്ര കരയുന്നുണ്ട്? ഇനി എത്ര കരയുന്നുണ്ട് ഒരു ദിവസം? അതാ അതാ ദേഷ്യം പിടിച്ച് വീണ്ടും പഠിച്ചോനെ. നമ്മുടെ പുഡിങ് റെഡിയായി ഗായ്സ്. ഇനി നമുക്കിത് മുറിക്കാൻ പോവുകയാണ്. കാണുമ്പം തന്നെ ഒരു കൊതിയാണ് തിന്നുവാൻ വേണ്ടിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗായ്സ് തിന്ന് നോക്കാൻ പോവുകയാണ്. അടിപൊളി കാണാം. നോക്കേ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട. ഇങ്ങനെ എൻ്റെ ഉമ്മ സൂപ്പറാ. ഇതിപ്പോ ഞാൻ നോക്കോ. share, comment, subscribe. Yes, Bye. bye.